നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സംശയിച്ച പോലെ സംഭവിച്ചു. അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കടന്ന് ദേവസ്വം മന്ത്രിമാരിലേക്കും എത്തുമോ എന്ന തോന്നലിനിടെ പെട്ടെന്ന് സ്തംഭിച്ചു. ഹൈക്കോടതി ചെവിക്ക് പിടിച്ചതോടെ ഇനി അന്വേഷണം വേഗത്തിലായേക്കും. പെട്ടെന്നുള്ള 2 അറസ്റ്റുകൾ ഈ സൂചന നൽകുന്നു. ശബരിമല ശ്രീകോവിലിലെ വാതിലുകളും കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പപ്പാളികളും ഒക്കെ കടത്തിക്കൊണ്ടുപോയി തനി തങ്കം അരിച്ചെടുത്ത കൊള്ളസംഘത്തെ മുഴുവനായി അകത്താക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സംഘത്തിൽപ്പെട്ടവർ ചില്ലറക്കാരല്ല. സെപ്റ്റംബർ മുതൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉള്ളതിനാൽ ഉഴപ്പാൻ SITക്ക് കഴിയില്ല. പക്ഷേ ആശങ്കപ്പെട്ടതുപോലെ സംഭവിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ അന്വേഷണം സ്വിച്ചിട്ട പോലെയായി. ചോദ്യം ചെയ്യലില്ല, അറസ്റ്റില്ല, എല്ലാത്തിനും മെല്ലെ പോക്ക്. കോടതി മാത്രമാണ് ആശ്വാസം. സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും അന്വേഷണ സംഘത്തിന്റെ മുകളിൽ നിയന്ത്രണമുണ്ട്, അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ച സമരവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണ തൃപ്തിയാണോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ, വ്യക്തമായ, ശക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തിയിലല്ല എന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിൽ ഹൈക്കോടതി അതിനെ അംഗീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളെ, ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല. ഇതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2 മുൻ പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അതിനു മുകളിലേക്ക് അന്വേഷണം പോയില്ല. ഇപ്പോൾ ഹൈക്കോടതി തന്നെ വീണ്ടും ഇടപെട്ടു. വിജിലൻസും പ്രത്യേക അന്വേഷണ സംഘവും നന്നായി അന്വേഷിച്ച് സ്വർണം പോയ വഴിയൊക്കെ വരച്ചെടുത്തു. ശരി, പക്ഷേ കണ്ടെത്തേണ്ട പലരെയും കണ്ടെത്തുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലായിട്ടും അംഗങ്ങൾ ഇപ്പോഴും പുറത്താണ്. ശങ്കർദാസും വിജയകുമാറും. സംരക്ഷിക്കേണ്ടവർ വിനാശകാരികളായി. പ്രൊട്ടക്ടേഴ്സ് ബിക്കെയിം ഡിസ്ട്രോയേഴ്സ് എന്ന ഹൈക്കോടതിയുടെ പരാമർശം ശബരിമലയെയും അയ്യപ്പ വിശ്വാസത്തെയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെയും കബളിപ്പിച്ചവരെ വെറുതെ വിടരുതെന്ന സന്ദേശമാണ്. സന്നിധാനത്തെ സ്വർണം ചെമ്പാണെന്ന് കള്ളരേഖയുണ്ടാക്കിയവരും കൂട്ടുനിന്നവരും ഇപ്പോഴും വെളിയിലുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അനാരോഗ്യം പോലും കാരണമാകരുതെന്നാണ് കോടതി പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘം ഇടയ്ക്ക് വെച്ച് മെല്ലെ പോയെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. അതെല്ലാം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഹൈക്കോടതിക്ക് വിമർശിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം, നല്ല അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാതും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിലാണ് ഈ കേസ് ഡയറി മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്, ഗവൺമെന്റിന്റെ മുൻപിലല്ല. അപ്പോൾ ഹൈക്കോടതിക്ക് പരിശോധിക്കാം, ആവശ്യമായ നിർദ്ദേശം നൽകാം. അന്വേഷണ സംഘം അതിനനുസരിച്ചുള്ള തെളിവുകളുടെയും മറ്റു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിരുന്നു. ശബരിമല ഇന്ന് ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികൾ വരികയല്ലേ ശബരിമലക്ക്. ആ ശബരിമലയുടെ പ്രാധാന്യം കാത്തു സൂക്ഷിച്ച് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധി ശക്തിപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ ഒരു അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെൻറ് സംഘടിപ്പിച്ചു. എല്ലാ പാർട്ടിക്കാരെയും പാർട്ടി ഇല്ലാത്തവരെയും വിശ്വാസികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ദേവസ്വം ബോർഡും എല്ലാം സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ആ അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയേക്കുമെന്ന് കണ്ട് അതിനെ അലങ്കോലപ്പെടുത്താൻ അവസാന നിമിഷം UDFകാർ ബഹിഷ്കരിച്ചു പോയി. പക്ഷേ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടന്നു. അപ്പോഴാണ് അതിനെ കളങ്കപ്പെടുത്താൻ ഒരു പോറ്റിയെയും കൊണ്ടുവന്നത്. പോറ്റി പറഞ്ഞു, ഇതെല്ലാം ഞാൻ സ്പോൺസർ ചെയ്തതാണ്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് എവിടെ നിന്നായി പോറ്റി ഇത് സ്പോൺസർ ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ കുറേ കാര്യം മനസ്സിലാക്കി അത് കോടതിയുടെ മുമ്പാകെ എത്തിച്ചു.
കോടതി പറഞ്ഞ് ശക്തമായ അന്വേഷണം നടത്തണം, ഇന്ന് നടപടികൾ സ്വീകരിക്കണം. ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചത്? നീതിപൂർവമായിട്ടുള്ള സത്യസന്ധമായ നിലപാട് സ്വീകരിക്കും. ആ നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയെടുത്തത് മാത്രമല്ല, അതിനു മുൻപ് തന്നെ സ്വർണ്ണവാതിലും കട്ടിളപ്പാളികളും കടത്തി. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആസൂത്രിത കൊള്ള. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരൻ ചില്ലറക്കാരനല്ല, അയാൾ മാത്രമാണ് എല്ലാം ആസൂത്രണം ചെയ്തതെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യമെടുത്ത പത്മകുമാറും വാസുവും ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ ജയിലിലാണ്. അവിടെ തകർന്നത് CPMന്റെ വികലമായ ന്യായീകരണം കൂടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരെ മാത്രമേ ഈ കൊള്ളയുടെ കറുത്ത കൈ പതിഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കടകംപള്ളിയുടെ പങ്കാളിത്തം പ്രതിപക്ഷ ആരോപണമായി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണം? ഇതിനകത്ത് വളരെ സിമ്പിളാണ് കാര്യം. ഞാനല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റ് കാണും അല്ലേ? വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുള്ളൂ, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കോടീശ്വരൻ അത് വിറ്റു. അപ്പോൾ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത്. അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിലെന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് പോലുമില്ല, എനിക്കൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പം പിന്നെ 2 കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത്, മാനം പോയെന്ന്. 2 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചത്. അത് കോടതിയിലെത്തിയപ്പോൾ 10 ലക്ഷമായിട്ട് മാനം കുറഞ്ഞു. 2 കോടിയുടെ അറിയില്ല എനിക്ക്. പിന്നെ 2 കോടിയുടെ നോട്ടീസ് അയച്ച് 10 ലക്ഷത്തിന്റെ മാനവും ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം. ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എൻ്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തിനാ തെളിവ് ഹാജരാക്കണം? കോടതി പറയുമ്പോഴല്ലേ തെളിവ് ഹാജരാക്കണം. കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ, സിവിൽ കോർട്ടല്ലേ. ആ സിവിൽ കോർട്ടിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം. കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് കോടതിയിൽ ഹാജരാക്കും. ശബരിമലക്കള്ളന്മാർ കടക്കുപുറത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുള്ള UDF പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് പാർലമെന്റ് മകർദോറിൽ ധർണ നടത്തിയത്. പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശബരിമല അമ്പലത്തിലെ സ്വർണ്ണ പാളികൾ മോഷണം പോയി, അതോടൊപ്പം തന്നെ സ്വർണ്ണ പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അത് ചെമ്പ് പാളികളാക്കി മാറ്റി കൊണ്ടുവന്നു. വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ ആ ടീമിലെ അംഗങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് പരിമിതിയുണ്ട്. കാരണം സത്യസന്ധമായവർ പ്രവർത്തിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ചുവന്ന വര വരയ്ക്കും. അങ്ങനെയാണല്ലോ മുൻപ് ഉണ്ടായിരുന്നത്. ഏതാ ആരന്വേഷിച്ചാലും കോടതിയുടെ മേൽനോട്ടമാണ്. ഇത് ED അന്വേഷിക്കണമെന്ന് പറയാൻ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് അന്തർദേശീയ ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ SIT കൊണ്ട് നടക്കില്ല. അപ്പോൾ അതിനെ ആ സ്പിരിറ്റിലെടുക്കുക. ഞാൻ പറയുന്നത് മടിശീലയിൽ കനവില്ലെങ്കിൽ കള്ളനെ പേടിക്കുന്നതിനാ. ഏത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം. അല്ലാതെ ഒരു അന്വേഷണ ഏജൻസിയോട് ഞങ്ങൾക്ക് വിരോധവുമില്ല, എന്നാൽ വിശ്വാസവുമില്ല. അതുകൊണ്ട് കോടതി മേൽനോട്ടം വഹിക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശങ്ക ശരിയാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. SITയുടെ മേൽ സംസ്ഥാന സർക്കാരിന്റെ കനത്ത സമ്മർദ്ദമുണ്ട് അന്വേഷണം തുടരാതിരിക്കാൻ. കൂടുതൽ പ്രതികളിലേക്ക് കേസ് എത്താതിരിക്കാൻ വേണ്ടിയുള്ള കനത്ത സമ്മർദ്ദം സർക്കാർ SIT മേൽ ചുമത്തുന്നുണ്ട് എന്നുള്ളത് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വളരെ ശക്തമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാണെന്ന് പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള വിധിയാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നിരീക്ഷണമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണം ഫലപ്രദമാകില്ല, സത്യസന്ധമാകില്ല എന്ന് ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
സ്വർണ്ണക്കള്ളനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ, ഉറക്കം കിട്ടുന്നില്ല എന്ന് കടകംപള്ളിക്ക് VD സതീശനെതിരായ മാനനഷ്ട കേസിൽ പറയേണ്ടിയും വന്നു. നാട് മുഴുവൻ സ്വർണ്ണക്കൊള്ള വിശ്വസിച്ചു കഴിഞ്ഞു. സ്വർണം കാണാതായിട്ടില്ല എന്ന് ആർക്കും ഇനി പറയാൻ കഴിയില്ല. ദേവസ്വം ബോർഡിലും ശബരിമലയിലും സർക്കാർ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും ആവില്ല. ദേവസ്വം ബോർഡിൻ്റെയും ശബരിമലയുടെയും ഒക്കെ നേട്ടങ്ങൾ സർക്കാരിൻ്റെ നേട്ടമായും വിശ്വാസികൾക്കൊപ്പമെന്ന് മേനി നടിച്ച് അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്തിട്ട് അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിഞ്ഞു മാറാനാകും? 2019 എന്ന ഒറ്റ വർഷമാണ് സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ ആസൂത്രണവും നടന്നത്. എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും N വാസു കമ്മീഷണറും ആയിരുന്ന ഈ സമയം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം വാതിലും കട്ടിളപ്പാളിയും ഒടുവിൽ ദ്വാരപാലക ശില്പങ്ങളും കടത്തി. 1999 തനി തങ്കം പൊതിഞ്ഞ ഉരുപ്പടികൾ ആസൂത്രണത്തിലൂടെ ചെമ്പായി. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ഇവർ പോറ്റിയുടെ മാത്രം പരിചയക്കാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. പോറ്റിയെ സന്നിധാനത്ത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വലിയ പരിചയം ഇല്ലെന്ന് പറഞ്ഞ N വാസു ജയിലിലാണ്. കടകംപള്ളി ആ വഴി പോയിട്ടില്ലെന്ന് കരുതാം. ഹൈക്കോടതി ഇടപെട്ടതോടെ ഇനി SIT എല്ലാ വഴികളിലേക്കും പോകേണ്ടി വന്നേക്കാം. എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത്? സ്വർണം എവിടെ പോയിരിക്കുന്നു? സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. റിക്കവറി ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ട് റിക്കവറി ഉണ്ടാകുന്നില്ല? ഇന്നലെ ഞാൻ SITയുടെ മുമ്പിൽ മൊഴി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരുന്നു. എവിടെയാ ഈ സ്വർണം? ഈ സ്വർണം എവിടെ പോയി? എന്തുകൊണ്ട് ഇത് റിക്കവറി ചെയ്യുന്നില്ല? അതാണ് ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം. അന്താരാഷ്ട്ര ആന്റിക്സ് മാർക്കറ്റിൽ കോടാനുകോടി രൂപയുടെ വില വരുന്ന ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്ക് രമേശ് ചെന്നിത്തല അല്ല ആദ്യം പറഞ്ഞത്. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിൽ ഉള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘവും ആ വഴിയിലേക്കാണ് പോകുന്നത്. വ്യവസായിയുടെ മൊഴിയെടുത്തതും അതിനാലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയും കൊള്ളയുമാണ് ശബരിമലയിൽ നടന്നത്. തുടക്കത്തിലെ ന്യായീകരണങ്ങളിൽ നിന്ന് CPMന് പിന്മാറേണ്ടി വന്നു. ഇടത് സർക്കാരിന് കളങ്കമുണ്ടാക്കാൻ എന്നായിരുന്നു ആദ്യ ന്യായം. പിന്നീട് പോറ്റി ചെയ്തെന്നായി. അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് മാത്രം പങ്കാളിത്തം എന്ന്. പത്മകുമാറും വാസുവും അകത്തായതോടെ CPMന് മുഖം നഷ്ടമായി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിനെ തള്ളണോ കൊള്ളണോ എന്ന ഇരട്ടത്താപ്പ്. ഇപ്പോൾ സർക്കാരിന് പങ്കില്ല, മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന ലേറ്റസ്റ്റ് ക്യാപ്സ്യൂൾ വരട്ടെ. ഈ ക്യാപ്സ്യൂൾ എത്ര നാളെന്ന് കാണാം. EDയുടെ വരവിനെയും സർക്കാർ എതിർത്തു. ഇപ്പോഴത്തെ അന്വേഷണത്തിന് തടസ്സമാകും സമാന്തര അന്വേഷണം എന്നായിരുന്നു വാദം. കള്ളപ്പണ ഇടപാട് മാത്രം അന്വേഷിച്ചോളൂ എന്നായി പിന്നീട്. രേഖകൾ EDക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടതോടെ സർക്കാരിന് തിരിച്ചടിയായി. മുൻ കേസുകളിലെ പോലെ ED അന്വേഷണത്തിൽ പ്രതീക്ഷ വെക്കേണ്ടതില്ല. എന്നാൽ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണം തടസ്സപ്പെട്ടാൽ കോടതി ഇടപെടുമെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. പത്മകുമാറിനെയും കടന്ന് മുകളിലേക്ക് അന്വേഷണം പോകുമോ? പോയേ തീരൂ. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കേരളം ഏറ്റുവാങ്ങിയ വരികൾ. കൊച്ചുകുട്ടികളുടെ ചുണ്ടത്ത് വരെ ഈ പാരഡി ഗാനമുണ്ട്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് കേട്ടപ്പോൾ അസ്വസ്ഥരായത് CPM നേതാക്കൾ മാത്രം. യഥാർത്ഥ സഖാക്കൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയില്ല. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് പാർട്ടിക്കാർക്കും അറിയാം. പ്രചാരണ സമയത്ത് വിശദീകരിക്കാൻ ആവാതെ കുഴങ്ങിയത് പാർട്ടിക്കാരാണ്. തോറ്റതോടെ പാട്ടിനെതിരെ വാളെടുത്ത് CPMും സർക്കാരും ഇളിഭ്യരായി. തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുക.
പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം, പഞ്ചായത്ത് രാജ് ആക്ട് 124-ൻ്റെയും മുനിസിപ്പൽ ആക്ട് 126-ൻ്റെയും ലംഘനമാണ് തെറ്റ്. ഓക്കെ, അല്ലല്ല, ലംഘനമാണ് തെറ്റ്. ഞങ്ങൾ എതിർക്കുന്നത് എന്തിനാ? ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. CPM-ൻ്റെ തെറ്റ് ശരിയോ എന്നുള്ളതല്ല, തെറ്റിദ്ധരിപ്പിച്ചതല്ല. അത് കേൾക്ക്, കൃത്യമായി കൊടുക്ക്. ഞങ്ങൾക്കാകെയുള്ള ഈ പ്രശ്നത്തിലുള്ള കാര്യം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില നിയമവും ചട്ടവും ഉണ്ട്. ആ ചട്ടവും നിയമവും ലംഘിച്ചുകൊണ്ടാണ് ലഘുലേഖ, പള്ളി CPM-കാർ ആക്രമിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല, പാട്ടിൻ്റെ പേരിൽ നടത്തുന്ന പ്രചാരവേല, ഇങ്ങനെ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. അല്ലാതെ പാട്ടിനെ എതിർക്കുകയല്ല. മതവികാരല്ലേ വ്രണപ്പെടുത്താൻ നോക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ, ശരിയെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്നിട്ടും അയ്യപ്പനെ അവഹേളിച്ചു എന്നാണ് CPM പറയുന്നത്. ആദ്യം വാളെടുത്തത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പാട്ടുകാരെ ഇപ്പം തീർത്ത് കളയും എന്നായിരുന്നു രാജുവിൻ്റെ ഭാവം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത്, അയ്യപ്പൻ്റെ പേരിൽ വോട്ട് തേടിയത്, ഇതാണ് രാജു കണ്ടെത്തിയ ന്യായങ്ങൾ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് പാട്ടിലുടനീളം ഒരിടത്ത് പോലും അയ്യപ്പ വിശ്വാസത്തെയോ ഹിന്ദു വിശ്വാസത്തെയോ കളങ്കപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്നത് സർക്കാരാണെന്ന ഭാഗവും അയ്യപ്പനെ അവഹേളിക്കുന്നതല്ല. എന്നിട്ടും എന്ത് കണ്ടിട്ടാണ് CPM ഈ നാടകം കളിച്ചത്? സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇത് കേരളത്തിൽ അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു, പരിഹാസത്തോടെ. അത് പാടുന്നതിന് എന്താ കുഴപ്പം? ആരുടെ ഗാനങ്ങൾ ആദ്യമായിട്ടാണോ കേരളത്തിൽ പാടുന്നത്? അതാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല. ഭക്തരുടെ ഹൃദയവികാരങ്ങളെ വെല്ലുവിളിക്കുന്നത് സ്വർണം കട്ടതാണ്. സ്വർണം കട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ടുപാടിയതിനെതിരെ കേസ് കൊടുക്കുന്നത്. പിന്നെ പാരഡി ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതിൽ ദൈവം നിന്ന ഒരംശം പോലും ഇല്ല. ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല. ഇവിടെ പോറ്റിയെ കയറ്റി സ്വർണം കെട്ടുമെന്നാണ് പാട്ടിന്റെ അർത്ഥം. ഇവിടെ എവിടെയാണ് ദൈവം നിന്ന? G. സുധാകരൻ്റെ ഒരു പോസ്റ്ററുണ്ട്, കക്കും പാലോചിക്കണമായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ഈ പാട്ട് പാടും.
അത് ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന പാർട്ടിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു പരാതി കിട്ടാൻ കാത്തിരുന്ന പോലെ കേസും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പ്രഖ്യാപനം. സർക്കാരിനൊപ്പമായതിനാൽ സാംസ്കാരിക നായകന്മാർ മൗനം പാലിച്ചെങ്കിലും അവരും സഖാക്കളും ഒഴികെ കേരളം ഒന്നിച്ചെതിർത്തു, ഏറ്റുപാടി. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഒടുവിൽ എന്ത് സംഭവിച്ചു? തിരിച്ചടി ഇതിലും ശക്തമായിരിക്കുമെന്ന് മനസ്സിലാക്കി പിന്മാറ്റം. അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പാട്ടിനെയും പിന്നെ മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് വിവാദത്തിലേക്ക് പോകണ്ട. തെരഞ്ഞെടുപ്പ് വന്നു, ഞങ്ങൾക്ക് LDFന് ഒരു തിരിച്ചടി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ഞങ്ങളത് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി പല പല കാര്യങ്ങൾ കാണും. ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. അത് ജനങ്ങളുടെ അടുത്തേക്ക് പോവും, അവരുമായിട്ട് പിന്നെ സംസാരിച്ച് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കണം എന്ന് ഇടതുപക്ഷം പറയും. അക്കാര്യത്തിനകത്ത് സംശയമില്ല. മറ്റു കാര്യങ്ങൾ പലതും വരുന്നുണ്ടാവും. ഞാൻ അതിലേക്കുള്ള വിവാദത്തിലേക്ക് വന്നു. പാർട്ടി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാർട്ടി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM, ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി, ആ സമിതി കൊടുത്തൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അയ്യപ്പനെ ഉപയോഗിച്ചു. അതാണ് അവരുടെ പെറ്റീഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളുമായിട്ട് അതെ, നമുക്കതിനകത്ത് ബന്ധമില്ല. പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്. അല്ല, ഇപ്പം സുഖമായിട്ടിരിക്കുന്നു, വിഷമമൊന്നുമില്ലല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകന്മാർ അത് മിക്കവാറും സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കേട്ടോണ്ടിരിക്കുക ജനം മുഴുവൻ ആസ്വദിച്ചൊരു പാട്ടാണ് ഞാൻ കണ്ടിടത്തോളം. ഈ തെരഞ്ഞെടുപ്പിലും അതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ജനം മുഴുവൻ ആസ്വദിച്ച പാട്ടാണ് ഒരു പാട്ട്. എന്തായാലും താങ്കളെ കേരള സമൂഹം ഇപ്പോൾ വളരെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. താങ്കൾ അതിനകത്ത് ഈ കേസ് പോലും നിങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ ശക്തമാക്കിയിട്ട് മാറ്റിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കുക. ഒരു പാട്ട്, ആ പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു, വ്യാപകമായി അതിനെ പിൻവലിക്കണമെന്ന് പറയുന്നു. ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരും ഒരു നയമല്ലേ ഫോളോ ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. ഓത്തിയേ കേത്തിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പേരിൽ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല 4 മാസത്തിനുള്ളിൽ ബാക്കി കൂടെ വനം അനുഭവിക്കേണ്ടി വരും. I heard this beautiful song, Potiye Ketiye Swarnam Chembai Mathiye. My friend Vishnunath is a better singer, so I'm not trying to sing it. So when I heard this song, I fell in love with this state again. So if they want to file a case, we can all sing it right now. We are ready to go to the jail. Led by Vishnunath ji and Sunny ji and you also can be made an accused. Yeah, I will be made an accused. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായ ഘടകങ്ങളിൽ ഒന്നാണ്. ആ രീതിയിൽ സമീപിക്കുന്നതിന് പകരം ഒരു പാട്ടിനെതിരെ കോലാഹലമുണ്ടാക്കിയത് അപഹാസ്യമാണ്. അതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടവെട്ടുന്നവർ.